അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് ഒരു വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ്. ഈ കാണുന്ന ആദ്യത്തെ 2 ടബ്ബുകളിൽ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ആൽബിനോ സക്കർ കാറ്റ് ഫിഷിൻ്റെ കൂടെ ഒരു ചെറിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിനെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ സെപ്പറേറ്റ് ഇടാനായിട്ടൊരു ടബ്ബ് നമ്മുടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷിൻ്റെ കൂടെ ഇട്ടേക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളം കുറച്ച് മോശമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ടബ്ബിലെ വെള്ളം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചത്. 2 ടബ്ബുകളിൽ നല്ല രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല പച്ച നിറത്തിലാണ് കിടക്കുന്നത്. ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്കും അതുപോലെ തന്നെ ജയൻറ്റ് ഗൗരാമികൾക്കും എല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഇത്തരത്തിലെ വെള്ളത്തിൽ ആൽഗെ നല്ല രീതിയിൽ വന്നാലൊന്നും അവർക്ക് പ്രശ്നമില്ല. സാധാരണ വെള്ളത്തിൽ നല്ല രീതിയിൽ ആൽഗെ ഇതുപോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറയാറുണ്ട്. കാരണം ആൽഗയും റെസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത്, ശ്വസിക്കുന്ന സമയത്ത് അവർ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വെള്ളത്തിലെ ഓക്സിജൻ കുറയുന്നത്. പക്ഷേ ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്കും അതുപോലെ ജയൻറ്റ് ഗൗരാമികൾക്കും എല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഇങ്ങനെ ആൽഗെ വന്നാലും പ്രശ്നമില്ല. അവർക്ക് ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ മുകളിൽ പോയിട്ട് അവർ ബ്രീത് ചെയ്തോളും. പിന്നെ ഈ ടബ്ബുകളിലൊന്നും നമ്മൾ എയറേഷനോ ഫിൽട്രേഷനോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം വലിച്ച് കളയാനായിട്ട് ഹോസ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഡ്രെയിൻ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലെ ആൽഗെ വാട്ടറിൽ നമ്മൾ മീനുകളെ വളർത്തുമ്പോൾ അവരുടെ കളർ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കാറുണ്ട്. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ, അതായത് ആൽഗയൊന്നും ഇല്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ ഈ സക്കർ കാറ്റ് ഫിഷുകളെല്ലാം വളർത്തുന്നതെന്നുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് ഈ ഒരു ആൽബിനോ വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുമ്പോൾ അവരുടെ കളർ ഫെയ്ഡ് ആവാറുണ്ട്. അത് ഈ സക്കർ കാറ്റ് ഫിഷുകൾ, ഈ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് മാത്രമല്ല എല്ലാ മീനുകൾക്കും ബാധകമാണ്. പല ആൾക്കാരും ഫാമുകളിലൊക്കെ വളർത്തുമ്പോൾ ഈ കോയിക്കാർപ്പ്, ഗോൾഡ് ഫിഷ് ഇത്തരം മീനുകളെയൊക്കെ ആൽഗെ വാട്ടറിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ വളർത്താറുണ്ട്. കാരണം അവരുടെ കളർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ഈ ടബ്ബിൽ നമ്മൾ ഈ ആൽഗെ വാട്ടറിൽ വളർത്തിയിരുന്ന സമയത്ത്, അതായത് മുമ്പ് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ പെട്ടെന്ന് ഇൻഡോർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻഡോർ നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കളർ ഫെയ്ഡായി. ആൽഗെ വാട്ടറിൽ നമ്മൾ വളർത്തിയിരുന്ന സമയത്ത് നല്ല ഗോൾഡൻ യെല്ലോ കളറായിരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇൻഡോറിൽ നിന്ന് അവരെ ഈ ഒരു ടെറസിൻ്റെ മുകളിലുള്ള ഈ ടബ്ബുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൽഗെ വാട്ടറാണ്. അപ്പോൾ അവരെ കളർ പഴയ പോലെ തന്നെ തിരികെ വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ യെല്ലോ കളറിലേക്ക് തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ഗോൾഡൻ യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ആൽഗെ വാട്ടർ ഈ ഒരു കളർ പ്രിസർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഈ ഒരു ആൽഗെ ഒരു ഷീൽഡായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കില്ല ആൽഗെ ഉള്ളതുകൊണ്ട്. ട്രാൻസ്പാരൻറ്റ് വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഡയറക്റ്റ് അടിത്തട്ട് വരെ സൺലൈറ്റ് വന്ന് അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ടബ്ബിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൺലൈറ്റ് ബോട്ടം വരെ വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ടബിൻ്റെ അടിത്തട്ട് വരെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആൽഗെ ഉള്ള സമയത്ത്, അതായത് തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പച്ച വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അടിത്തട്ടൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ആൽഗെ ഒരു ഷീൽഡായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് നമുക്ക് വേറെ പല മീനുകളിലും നമുക്ക് അനുഭവം ഉള്ളതാണ്. അത് ഉദാഹരണത്തിന് ടൈഗർ ബാർബുകളെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ വളർത്തി കഴിഞ്ഞാൽ അവരുടെ സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പുകളെല്ലാം ഫെയ്ഡായ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേസമയം അവരെ ആൽഗെ വാട്ടറിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കളർ, അതായത് മെയിൽ മത്സ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ടൈഗർ ബാർബിൻ്റെ നോസ് ഒരു റെഡ് കളറായിരിക്കും. ആ റെഡ് കളറൊക്കെ നല്ല ബ്രൈറ്റ് റെഡായിട്ട് കാണാം. അതുപോലെ തന്നെ സൈഡിലുള്ള സ്ട്രൈപ്പുകളെല്ലാം ആ ബ്ലാക്കൊക്കെ ഒരു എന്താ പറയുക, പിച്ച് ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മീനുകൾ പൊതുവേ സ്ട്രെസ്സ് കുറവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓക്സിജൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ചിലപ്പോൾ മീനുകളുടെ എണ്ണം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓക്സിജൻ്റെ പ്രോബ്ലം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എയറേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടബ്ബ്. അപ്പോൾ ഇതിലും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിനെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ചെറിയ സൈസാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ടബ്ബിൽ കിടക്കുന്നത്. ഈ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. സാധാരണ ഇത്തരം ടബ്ബുകളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 4 ചെറിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളാണ് ഉള്ളത്. അതിൽ 3 എണ്ണം നമ്മളൊരു ബക്കറ്റിലാണ് വളർത്തുന്നത്. അവരുടെ ഗ്രോത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രോത്ത് മാത്രമാണ് വളരെ സ്ലോ ആയിട്ട് പോണത്. ചിലപ്പോൾ ഈ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷിൻ്റെ കൂടെ ഇട്ടതുകൊണ്ടാവാം. കാരണം നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ 2 പേരും ഒരുമിച്ചാണ് വന്ന് കഴിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഒന്നിൽ കൂടുതൽ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ ഒരു ജയൻറ്റ് ഗൗരാമിക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നർ ഒരെണ്ണം സെറ്റ് ചെയ്ത് ഇടും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്ക് ഉണ്ട് പുറത്ത്, അതിൽ കൊണ്ട് ഇടാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. നമ്മുടെ കയ്യിലുള്ള മറ്റ് ജയൻറ്റ് ഗൗരാമികളെല്ലാം, അത് ബ്ലാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആൽബിനോ ആണെങ്കിലും, എല്ലാത്തിനെയും നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറുകളിലാണ് വളർത്തുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ജയൻറ്റ് ഗൗരാമിയെ വേറൊരു മീനിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതായത് ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു ജയൻറ്റ് ഗൗരാമിയുടെ പോണത്.
ഔട്ട്ഡോർ ടാങ്കിൽ വേറെ മീനുകളുണ്ട്, അതിനകത്ത് ജയൻറ്റ് ഗൗരാമികളും ഓസ്കാറുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് സ്ട്രെസ്സൊക്കെ കാണും. കാരണം അത് കുറച്ച് വലിയ സൈസാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നത്. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് ആ ഒരു ടാങ്കിലേക്ക് ചെല്ലുമ്പോൾ ചെറിയ സ്ട്രെസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കുമെങ്കിലും പതിയെ നോർമലായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണെന്നുണ്ടെങ്കിലും അവർ ഗ്രോത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ടബുകളിൽ കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആൽഗയൊക്കെ ഫുള്ളായിട്ട് അടിച്ച് കിടക്കുന്നതുകൊണ്ട് ആൽഗയും ഇവർ നല്ല രീതിയിൽ കഴിക്കും, ഫുഡായിട്ട് കഴിക്കും. പിന്നെ നമ്മൾ അഡീഷണലി പെല്ലറ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് പൊതുവേ നല്ലൊരു ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണം കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും. പിന്നെ ഈ കാണുന്ന കാറ്റ് ഫിഷിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതിൻ്റെ കളർ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഒരു ബ്രൈറ്റ് യെല്ലോ കളർ തന്നെ ആയിട്ടുണ്ട്. അത് ഈ ടബുകളിലേക്ക് മാറ്റിയതിന് ശേഷം വന്നതാണ്. ഈ സക്കർ കാറ്റ് ഫിഷുകളെ വളർത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, വളരെ ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽഗെ വാട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൽഗെ കഴിച്ചോളും. പിന്നെ നമുക്ക് പെല്ലറ്റ് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എയറേഷനും ഫിൽട്രേഷനും ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, വാട്ടർ ചേഞ്ച് മാത്രം കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും ചത്തുപോകുന്ന മീനല്ല. അതുപോലെ തന്നെ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്പെസിഫിക് അസുഖങ്ങളൊന്നും വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അതായത് സാധാരണ മറ്റ് മീനുകൾക്കൊക്കെ വരുന്ന പോലെ ഫംഗസ്, ഡ്രോപ്സി അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇവർക്ക് വരാറില്ല. പിന്നെ കുറച്ചൊക്കെ കലങ്ങിയ വെള്ളത്തിലൊക്കെ ഇവർ ടോളറേറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അഡീഷണൽ ആയിട്ട് 8 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ചെറിയ സൈസിനെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴും ഉണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അവരെ ചെറിയ ചെടിച്ചട്ടികളിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അവർ ചെറിയ സൈസ് ആയതുകൊണ്ട്. പക്ഷേ അവരെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വലിയൊരു സ്പേസിലേക്ക് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇനി നമ്മൾ പെട്ടെന്നൊരു വാട്ടർ ചേഞ്ച് ഒന്നും ഈ 2 ടബുകളിലും കൊടുക്കാനായിട്ട് പോകുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനകത്ത് ആൽഗെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്രേഷനും എയറേഷനൊക്കെ ഇതിനകത്ത് നടന്നോളും. പിന്നെ ഈ ടബുകളിൽ ഓരോന്ന് വീതമാണ് കിടക്കുന്നത്, അതുകൊണ്ട് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെറ്റ് ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണിച്ച ടബുകളെല്ലാം കിടക്കുന്നത് ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുമാണ്. അവരുടെയൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാഭാഗം വെള്ളത്തിലാണ് അവരെ വെക്കാറുള്ളത്. എന്നിട്ട് നെറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ വെള്ളം ഫുള്ളായിട്ട് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവർ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് നമ്മൾ വെള്ളം ഫുള്ളായിട്ട് ടോപ്പപ്പ് ചെയ്തതിന് ശേഷം തന്നെയാണ് നെറ്റ് ഇട്ട് നമ്മൾ കവർ ചെയ്തത്, കാരണം അവർ ചാടി പോകാത്തത് കൊണ്ട്. അതുപോലെ തന്നെ മീനുകളെ ആൽഗെ വാട്ടറിലും നോർമൽ വാട്ടറിലും വളർത്തുമ്പോൾ ഉള്ള ഡിഫറൻസ്, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിഷ് കീപ്പിങ്ങിൽ മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫിഷ് കീപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.